എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കശുമാവ് ഗ്രാഫ്റ്റിംഗ് ആണ് കാണാൻ പോകുന്നത്. നല്ല കശുമാവിൻ്റെ കുറച്ച് ബ്രാഞ്ചസ് എനിക്ക് കിട്ടി. ഇന്ന് രാവിലെ ഞാൻ പോയി എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള ഒരു തൈയിൽ ഏകദേശം 1 വർഷം പ്രായമായ തൈയാണത്. അതിലാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് ആ ബ്രാഞ്ചിൻ്റെ ഇലകളൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി അതിൻ്റെ ഏറ്റവും അറ്റം നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ വെട്ടിക്കളഞ്ഞു. ബ്ലേഡാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, കാരണം അത് വളരെ സോഫ്റ്റായിട്ടുള്ള സ്റ്റെമ്മാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്ലേഡ് വെച്ച് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ കൈ ഒന്ന് ഡിസിൻഫെക്റ്റ് ചെയ്യുകയാണ്. സർജിക്കൽ സ്പിരിറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപയോഗിച്ച് കൈയൊക്കെ നല്ല പോലെ ഡിസിൻഫെക്റ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ കയ്യിൽ നിന്ന് വരാനുള്ളൊരു സാധ്യത ഉണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇനി എൻ്റെ കയ്യിൽ 4 ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളൊരു പീസാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ അതിൽ നിന്ന് ഇനി അതിൻ്റെ എഡ്ജ് ലെവൽ ചെയ്തെടുക്കുകയാണ്. അത് കട്ട് ചെയ്തപ്പോൾ മരത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തപ്പോൾ അത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എഡ്ജ്. അപ്പോൾ എഡ്ജ് ഒന്ന് ആദ്യം ലെവൽ ചെയ്തെടുക്കണം. റൗണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അതിന് ശേഷമാണ് പിന്നെ നമ്മളത് ടേപ്പർ ചെയ്യുക. അത് സയോണാണ്. അത് നമ്മൾ ലെവൽ ചെയ്ത് അവിടെ വെച്ചു. ഇനി നമ്മൾ റൂട്ട് സ്റ്റോക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയ ഭാഗം ഒരു 1-1.5 ഇഞ്ച് ആഴത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ബ്ലേഡ് ഉപയോഗിച്ച് വളരെ പതുക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഏകദേശം ഒരു ബ്ലേഡിൻ്റെ വിഡ്ത്ത് താഴോട്ട് ഇറങ്ങിയാൽ മതി. അത്രയും ആഴം മതി. അത്രയും കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ 1 ഇഞ്ചിൽ കൂടുതൽ വരും. അത് അത്രയും മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സയോണിൻ്റെ എഡ്ജ് നല്ല ഫൈനായിട്ട് ബ്ലേഡ് കൊണ്ട് ചെത്തി കൂർപ്പിച്ച് ഫൈൻ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് റൂട്ട് സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റിലേക്ക് വെച്ച് കൊടുക്കണം. അതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റൂട്ട് സ്റ്റോക്കിൻ്റെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത ഭാഗത്തേക്ക് ഈ ഷാർപ്പനായിട്ട് ചെയ്തിട്ടുള്ള എഡ്ജ് ഇറക്കി വയ്ക്കുകയാണ്. സിയോണിൻ്റെ എഡ്ജ് ഇറക്കി വെച്ചു. നല്ലപോലെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഭംഗിയായിട്ട് കാണാം വീഡിയോയിൽ. ഇനി അതിനെ ഒരു പ്ലാസ്റ്റിക് ടേപ്പ് വെച്ച് ചുറ്റുകയാണ്. ഈ പ്ലാസ്റ്റിക് ടേപ്പ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു കവർ വാങ്ങി സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് 1 ഇഞ്ച് വീതിയിൽ എടുത്തുള്ള ടേപ്പാണ്. അതുകൊണ്ട് പരമാവധി വലിച്ച് ചുറ്റുകയാണ്, ടൈറ്റാക്കി ചുറ്റുകയാണ്. ഇതിൻ്റെ റിസൾട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുറ്റി എൻ്റെ ഏറ്റവും അറ്റം ഒന്ന് വലിച്ചു കിട്ടും. അത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മുടെ സിയോണും റൂട്ട് സ്റ്റോക്കും കൂടി ചേരുന്ന ഭാഗത്ത് ഒരു അഡീഷണലായിട്ട് ഒരു ചരട് വെച്ച് കെട്ടാൻ പോവുകയാണ്. നമ്മൾ ടേപ്പ് നാട ചുറ്റിയതിൻ്റെ പുറത്തുകൂടെ ഒരു ചരട് വെച്ച് നല്ല ടൈറ്റായിട്ട് മാക്സിമം ടൈറ്റായിട്ട് ചുറ്റുകയാണ്. ഇത് പലരും ഗ്രാഫ്റ്റിങ്ങിൽ ചെയ്യാറില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ സക്സസ് റേറ്റ് കൂടുതലാണ്. കാരണം 2 സിയോണിൻ്റെയും റൂട്ട് സ്റ്റോക്കിൻ്റെയും സ്കിന്നുകൾ തമ്മിൽ നല്ല ക്ലോസ് കോണ്ടാക്റ്റിലിരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് കാണാം, ചരട് കൊണ്ട് ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. ഇത് മാക്സിമം ഒരു 30 ഡേയ്സ് കഴിഞ്ഞ് അഴിച്ചു കളയേണ്ടതാണ്. ഈ ചരട് കൂടുതൽ കാലം വയ്ക്കാൻ പാടില്ല, കാരണം ആ ബ്രാഞ്ച് വണ്ണം വയ്ക്കുമ്പോൾ തടസ്സമായിട്ട് വരും. ഇനി നമ്മൾ അതിനെ കവർ ഇട്ട് മൂടാൻ പോവുകയാണ്. അതിന് നമ്മളെടുത്തത് വെള്ളം ഒഴിച്ച് കുലുക്കി കളഞ്ഞ് വെള്ളം നനച്ച ഒരു കവർ. അതിൻ്റെ ഉള്ളിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ കവർ നമ്മൾ അതിൽ വെച്ച് കെട്ടാൻ പോവുകയാണ്. കവറിട്ട് ചുറ്റിക്കെട്ടി. അപ്പോൾ നമ്മുടെ കശുമാവ് ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു.
വീഡിയോ എല്ലാവരും കണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു മെത്തേഡാണ്, ഇനിയും പല മെത്തേഡുകളുണ്ട്. ഇനിയും കൂടുതൽ വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്നൊന്നായിട്ട് എല്ലാം എൻ്റെ കൃഷി മുഴുവനും ഞാൻ നിങ്ങളെ കാണിക്കാം, എന്തൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.